നമസ്കാരം. മീൻ പീര, നമ്മുടെ കേരള സ്റ്റൈല് മീൻ പീര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങായും മാങ്ങായും ഒക്കെ ഇട്ടിട്ട് ചെറിയ മീനുകൾ പീര വെക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മുറി മൊത്തം തിരുമ്മി എടുക്കുക. ചെറിയ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം തിരുമ്മി എടുക്കുക. 3 പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ്. ഒരു വലിയ മാങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ച് നിങ്ങൾ മാങ്ങ ചേർത്ത് കൊടുക്കണം. 10 മുതൽ 12 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉലുവ പൊടിച്ചതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിലൊന്നും മാറിപ്പോകരുത്. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ കൈവച്ച് ഒന്ന് ഞെരടി തിരുമ്മിയെടുക്കണം. തേങ്ങ ഞാനിപ്പോൾ ചെറിയ തരികളായിട്ടാണ് തിരുമ്മി എടുത്തിട്ടുള്ളത്. വലിയ പീസ് ഇച്ചിരി വലിയ തരികളായിട്ടാണെന്നുണ്ടെങ്കിൽ അരകിൽ വെച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്ന പരുവത്തിൽ ഒന്ന് ഒതുക്കിയിട്ട് വേണം നമ്മൾ മീൻ പീര വെക്കാൻ എടുക്കാൻ. തേങ്ങ നല്ലതുപോലെ ഞെരടി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കിലോ മീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 1/2 കിലോ ഉള്ളത്. മീനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി നല്ല ഒരു മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ പുളിക്ക് നമുക്ക് കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 പീസ് 3 പീസ് പുളി മതിയാവും ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ മീനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 200 ml ഒരു 1/2 കപ്പിലും ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒത്തിരി വെള്ളം നമ്മളെന്നൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ ചട്ടിയുടെ ചുവട്ടിൽ കുറച്ച് കിടക്കുന്ന പരുവത്തിലൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ചെറിയ സൈസിലുള്ള ഏതൊരു മീനും നമുക്കിതുപോലെ പീര വെക്കാൻ പറ്റുന്നതാണ്. ചെറിയ മത്തി, ചൂട, അതുപോലെയുള്ള ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ പീര വെക്കാൻ പറ്റുന്നതാണ്. ഞാനെല്ലാം മിക്സ് ചെയ്തത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. തിള വരുന്നിടം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഒരടപ്പ് വെച്ച് അടച്ച് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതേസമയം ഒന്നും വേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളം നല്ലപോലെ പറ്റിച്ച് എടുക്കുന്ന പരുവത്തിലാക്കി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അടുപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. തവിയൊന്നും ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല. മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. വെന്ത് കഴിയുമ്പോൾ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം മീൻ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ പറ്റി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. ചോറിനും പഴങ്ങിഞ്ഞിക്കും കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു മീൻ പീരയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.